പേടിയില്ലാത്തൊരു പെണ്ണിൻ്റെ വാർത്തയായിരുന്നു ഇന്നലത്തെ എല്ലാ പത്രങ്ങളിലും ഫ്രണ്ട് പേജിൽ. കോഴിക്കോടുകാരി ശരണ്യയുടെ 3 മണിക്കൂർ കൊണ്ട് മല കയറി ഇറങ്ങാം, അങ്ങനെ ട്രക്കിങ്ങിന് പോയതാണ്. കയ്യിലാകെ ഉള്ളത് 1/2 ലിറ്റർ വെള്ളം മാത്രമാണ്. പക്ഷെ വഴി നഷ്ടപ്പെട്ടു. 4 ദിവസമാണ് വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന കാട്ടിൽ അവളൊരു പേടിയില്ലാതെ കഴിഞ്ഞത്. രക്ഷാദൗത്യം കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അവൾ വളരെ കൂളായിരുന്നു. അവൾ പറയുന്നു, എനിക്ക് പേടിയില്ലായിരുന്നു. പേടിയില്ലാത്തൊരു പെണ്ണിനെയാണ് ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ കാണുന്നത്. അതിരാവിലെ ഇരുട്ട് മാറുന്നതിന് മുമ്പ് ഒരു പെണ്ണ് കല്ലറിലേക്ക് പോവാണ്. യോഹന്നാൻ്റെ ഗോസ്പൽ അനുസരിച്ച് മഗ്ദലേന പറയും ഒറ്റയ്ക്കാണ് പോകുന്നത്. ഒറ്റയ്ക്കൊരു പെണ്ണൊരു ശ്മശാനത്തിലേക്ക് പോകുന്നത് അവൾക്ക് പേടിയില്ല. അവളവിടെ ചെല്ലുമ്പോൾ കല്ലറയ്ക്കുള്ളിൽ 2 ദൈവദൂതന്മാർ വെള്ള വസ്ത്രമൊക്കെ ഇട്ടിരിപ്പുണ്ട്. ആരായാലും പേടിച്ചു, പക്ഷെ ഇവിടെ പേടിക്കുന്നില്ല. ഇവൾ അവരോട് സംസാരിക്കുകയാണ്. പിന്നീട് അവൾ കാണുന്നത് തോട്ടക്കാരൻ തെറ്റിദ്ധരിച്ച് ഈശോയോട് അവൾ പറയുന്നുണ്ട്, നിങ്ങളാണ് അവനെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ പറ, ഞാൻ അവനെ എടുത്തുകൊണ്ട് പൊക്കോളാം. ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് ഒരു പുരുഷൻ്റെ ശരീരം ഇങ്ങനെ കയ്യിലെടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന? അവൾക്കത് ഭാരമേ അല്ല, എടുത്തുകൊണ്ട് പൊക്കോളാം. എന്താ കാരണം? അവൾക്ക് പേടിയില്ലാത്തത്, അവൾക്ക് ഭാരം തോന്നാത്തത്, അവൾക്ക് ഈശോയുടെ ശുദ്ധ പ്രണയമാണ്, ശുദ്ധ പ്രേമമാണ്. അവിടെ പേടിയില്ല, അവിടെ ഭാരമില്ല. അതുകൊണ്ട് അവൾ പറയുന്നത്, എൻ്റെ കർത്താവിനെ നിങ്ങൾ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ പറ, എൻ്റെ കർത്താവ്. അവിടെയാണ് പ്രണയം കിടക്കുന്നത്. നമ്മൾ പ്രണയത്തോടൊരു കാര്യം ചെയ്യുമ്പോൾ അവിടെ പേടിയില്ല, അവിടെ ഒട്ടും ഭാരവും ഇല്ല.